നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഴയ ചില മാടമ്പി കാരണവന്മാരുണ്ട്. തറവാടിന്റെ അസ്ഥിവാരം വരെ തോണ്ടാറായിട്ടും ഉത്തരവും കഴുക്കോലും വരെ ചിതലരിച്ചു നശിച്ചാലും അഹങ്കാരത്തിന് ഒരു കുറവും കാണില്ല. ഞങ്ങൾ പരമ്പരാഗതമായി ആനയുള്ള കുടുംബക്കാരാണെന്ന് മേനി പറഞ്ഞുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നതാണ് അവസ്ഥ. ഇതേ അവസ്ഥയിലാണ് CPM മുഖ്യമന്ത്രി പിണറായി വിജയനും. മുൻപ് ജനം കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പാർട്ടിക്കാരെ പോലും പിന്തുണയില്ല. എന്നിട്ടും മാടമ്പിമാരെ പോലെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പ്രതിപക്ഷം പണിയെടുക്കാതെയാണ് വിജയിച്ചതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മലയാളിക്കും അറിയാം. പക്ഷേ പണിയെടുക്കാത്തവർക്ക് എന്തുകൊണ്ട് ജനം വോട്ട് ചെയ്തെന്ന് പിണറായി ചിന്തിക്കുന്നില്ല. ഗതികെട്ടാണ് വോട്ട് ചെയ്തത്. ഇത്രയും നാറിയൊരു ഭരണം കേരളത്തിൽ മുൻപിട്ടായിട്ടില്ല. LDF 4.92 ലക്ഷം വോട്ട് കുറഞ്ഞപ്പോൾ UDF 6.11 ലക്ഷം വോട്ട് കുറഞ്ഞെന്നാണ് പിണറായി നിയമസഭയിൽ പറയുന്നത്. ഇതിന് നിരത്തുന്ന വാദം ബഹുവിചിത്രമാണ്. രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കരുതുന്നവരുമുണ്ട്. അവർ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കിവിടാനാണ് UDF വോട്ട് ചെയ്തതെന്നും അല്ലാതെ ഇടതുപക്ഷത്തോടുള്ള വിരോധം കൊണ്ടല്ലെന്നും തള്ളിവിട്ടു. BJPക്കെതിരായ പോരാട്ടത്തിൽ ഒരു പാർട്ടിക്കും അപ്രമാദിത്വമില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ആലപ്പുഴയിലും ആറ്റിങ്ങിലും അടക്കം 10ഓളം മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വിഹിതം കൂടിയതിനെ കുറിച്ച് എന്താണ് പിണറായിക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. തൃശൂരിൽ UDFന്റെ വോട്ട് 10% കുറഞ്ഞതാണ് പിണറായി ആശങ്കപ്പെടുത്തുന്നത്. അല്ലാതെ 19 മണ്ഡലങ്ങളിലും ഇടതുമുന്നണി തോറ്റു തുന്നം പാടിയതിനെ കുറിച്ച് ഒരു വേവലാതിയുമില്ല. എങ്ങനെ വേവലാതിപ്പെടും? അപ്പനും മോളും കൂടി കാണിച്ചു കൂട്ടിയത് കണ്ട് വെറുത്താണ് ജനം UDFനും BJPക്കും വോട്ട് ചെയ്തത്. CPMന്റെ വലിയ കോട്ടയാണല്ലോ ആലപ്പുഴ. അവിടെ ശോഭാ സുരേന്ദ്രൻ 2 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചതെങ്ങനെ? ആറ്റിങ്ങലിൽ VS ജോയെ V മുരളീധരൻ വിറപ്പിച്ചില്ലേ? തിരുവനന്തപുരത്ത് ഇത്തവണയും 3-ാം സ്ഥാനത്തേക്ക് മൂക്കുകുത്തിയില്ലേ? 10ഓളം UDF സ്ഥാനാർത്ഥികൾക്ക് 1 ലക്ഷത്തിലധികം വോട്ട് ഭൂരിപക്ഷം കിട്ടിയില്ലേ? എല്ലാ കാര്യത്തിലും മുസ്ലിം പക്ഷപാതം കാട്ടിയിട്ടും ആ സമുദായം നിങ്ങളെ തേച്ചൊട്ടിച്ചില്ലേ? മലപ്പുറത്തും പൊന്നാനിയിലും ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാനായില്ല. സമസ്തയെ പൊക്കിപ്പിടിച്ച് നടക്കുകയായിരുന്നല്ലോ. റംസാനെ സംസ്ഥാന നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കൊണ്ട് ദേശാഭിമാനി ലേഖനം എഴുതിച്ചിട്ട് എന്തെങ്കിലും ഗുണം ലഭിച്ചോ? ഇല്ല. അവരെല്ലാം UDFനൊപ്പം കട്ടയ്ക്ക് നിന്നു. പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ വോട്ട് BJPക്ക് കിട്ടി തുടങ്ങി. അത് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ്. ഇതെല്ലാം മറന്നാണ് UDFന് കുറ്റം പറയാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നാണമില്ലേ സഖാവേ നിങ്ങൾക്ക്? സത്യം സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും അത് പുറത്തു വരും. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗം അതിന് ഉത്തമ ഉദാഹരണമാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമാണെന്ന് അംഗങ്ങൾ യോഗത്തിൽ തുറന്നടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന പാറപ്പുറത്ത് വരെ വോട്ട് ചോർച്ചയുണ്ടായി. ആ ഭാഗത്ത് ഓരോ ബൂത്തുകളിലെയും കണക്ക് പ്രത്യേകം എടുത്താൽ അത് മനസ്സിലാക്കും. ചില പത്രങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തെങ്കിലും പ്രദേശത്തെ എല്ലാ ബൂത്തിലും കൂടി വോട്ട് കൂടിയിട്ടുണ്ടെന്ന കണക്ക് നിരത്തിയാണ് ദേശാഭിമാനി അതിന് മറുപടി നൽകിയത്. പൂച്ചയ്ക്കാരും മണികെട്ടും എന്നതാണ് അവസ്ഥ. പക്ഷേ പിണറായിക്കെതിരെ P ജയരാജൻ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചരിത്രത്തെ ശരിയായി വിലയിരുത്തി തെരഞ്ഞെടുപ്പ് പരാജയത്തെ നോക്കിക്കാണണമെന്നാണ് ജയരാജൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ പിണറായിക്കൽ ജനപ്രിയനായി വളർന്ന P ജയരാജനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് പല നേതാക്കളും അകന്നപ്പോൾ അവർക്കൊപ്പം നിൽക്കുന്നത് ജയരാജനെ പോലെ ചുരുക്കം ചിലരാണ്. അവരെയൊക്കെ പാർട്ടിയിലോ സർക്കാരിന്റെയോ കേന്ദ്ര സ്ഥാനങ്ങളിൽ അടുപ്പിക്കില്ല. മരുമോനെ മുഖ്യമന്ത്രിയാക്കാൻ ഏതറ്റവരെയും പോകാനും തയ്യാറാണ്. റിയാസിന് മന്ത്രിസഭയിൽ നൽകിയ അപ്രമാദിത്വവും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമാണ്. റിയാസിനേക്കാൾ യോഗ്യതയും സീനിയോറിറ്റിയുമുള്ള നേതാക്കൾ ഉണ്ടായിട്ടും അവരെ ആരും മന്ത്രിസഭയിലോ പാർട്ടി സ്ഥാനങ്ങളിലോ അടുപ്പിച്ചില്ല. ഭൂരിപക്ഷ സമുദായത്തെ അവഗണിച്ച് CPM മുൻപോട്ട് പോകുന്നതിന് അവർ വലിയ വില നൽകേണ്ടി വരും. ക്രൈസ്തവ സഭകളും ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു. അവരിൽ ചിലരൊക്കെ BJPക്കൊപ്പം പോയി. പുരോഗമന പ്രസ്ഥാനമായ CPM എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ലാതെ കാന്തപുരത്തിന്റെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ഹുസൈൻ മടവൂരിന്റെയും തിണ്ണ നിരങ്ങി നടക്കുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ള ആർജവം ഇടതുമുന്നണി കാണിക്കണം. വെള്ളാപ്പള്ളി നടേശൻ ഇതാണ് പച്ചയ്ക്ക് പറഞ്ഞത്. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ 2019 ലോക്സഭാ തോൽവിക്ക് ശേഷം 2021 ഞങ്ങൾ 2021 99 സീറ്റുമായി തിരിച്ചു വന്നു എന്ന ന്യായീകരണം നിരത്തിയിട്ട് ഒരു കാര്യമില്ല. കോവിഡ് മഹാമാരിയുടെ കാലമായിരുന്നതിനാൽ അന്ന് ജനം സർക്കാരിനൊപ്പം നിന്നു. അത് ആരോടും പറയേണ്ട, സ്വയം മനസ്സിലാക്കിയാൽ മതി. ഇല്ലെങ്കിൽ മഹാമാരിക്ക് പകരം ദുരിതമാകും CPMനെ കാത്തിരിക്കുക.